തന്റെ പൊന്തിഫിക്കേറ്റിന്റെ ആദ്യ ദിവസങ്ങളിൽ തന്നെ യഹൂദ സമൂഹങ്ങളുമായുള്ള സംവാദത്തിന് അവസരങ്ങൾ സൃഷ്ടിക്കുകയെന്ന ശക്തമായ നിലപാടെടുത്താണ് ലിയോ 14 പാപ്പ പൊതുവായുള്ള തന്റെ ആദ്യ സന്ദേശങ്ങളിലൊന്നിൽ നോസ്ത്ര ഐതേതായ് എന്നറിയപ്പെടുന്ന നിയമപ്രഖ്യാപനത്തെ പരാമർശിച്ച് പങ്കുവച്ചത്. താൻ പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ട അന്നുതന്നെ 2025 മെയ് 8 അമേരിക്കൻ ജൂവിഷ് കമ്മിറ്റിയിലെ മതാന്തര കാര്യങ്ങളുടെ ഡയറക്ടറായ റബായി നോവാം മാരൻസിന് രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ നോസ്ത്ര ഐതേതായ് പ്രഖ്യാപനത്തിന്റെ സാരാംശങ്ങളിൽ നിന്നുകൊണ്ട് യഹൂദമത സമൂഹങ്ങളുമായുള്ള സഹകരണവും സംവാദവും വത്തിക്കാൻ തുടർന്നുകൊണ്ട് പോകും എന്ന് ഉറപ്പു നൽകിക്കൊണ്ട് പോപ്പ് ലിയോ 14 സന്ദേശമയക്കുകയുണ്ടായി. മെയ് 13 ലിയോ 14 പാപ്പയുടെ പ്രസ്തുത സന്ദേശത്തെക്കുറിച്ചുള്ള പരാമർശം അമേരിക്കൻ ജൂവിഷ് കമ്മിറ്റിയുടെ എക്സ് അക്കൗണ്ടിൽ ട്വീറ്റ് ചെയ്യപ്പെട്ടതായി കണ്ടത്. അതേസമയം ലിയോ 14 പാപ്പ റോമിലെ മുഖ്യ റബ്ബിയായിരിക്കുന്ന റബ്ബി റിക്കാർഡോ ഡി സേങ്ങിയെ നേരിൽ പോയി കാണുകയും വിശ്വാസ സംബന്ധിയായിട്ടുള്ള സംവാദം തുടർന്നുകൊണ്ട് പോകുമെന്നുള്ള തന്റെ ഉറപ്പ് നൽകുകയും ചെയ്തു. റോമിലെ മുഖ്യ റബ്ബിയായിരിക്കുന്ന റിക്കാർഡോ ഡി സേങ്ങി പാപ്പയുടെ വാക്കുകളെ കൃതജ്ഞതയോടെ സ്വാഗതം ചെയ്തു. 1965 പോൾ 6 മാർപ്പാപ്പയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കപ്പെട്ടതാണ് നമ്മുടെ ഇക്കാലത്ത് എന്നർത്ഥം വരുന്ന ഇൻ അവർ ഏജ്, ലത്തീനിൽ നോസ്ത്ര ഐതേതായ് എന്നറിയപ്പെടുന്ന രേഖ. യഹൂദരും ക്രൈസ്തവരുമായുള്ള നൂറ്റാണ്ടുകളുടെ മുൻവിധികൾ തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള 1965 നോസ്ത്ര ഐതേതായ് പ്രഖ്യാപനം ക്രൈസ്തവരും യഹൂദരുമായുള്ള ആത്മീയ ഒരുമയെ ഊട്ടിയുറപ്പിക്കുവാനും യഹൂദവിരുദ്ധം അഥവാ ആന്റി സെമിറ്റിസത്തെ ആവും വിധം നിരുത്സാഹപ്പെടുത്തുകയും അപലപിക്കുന്നതും ചെയ്യുന്നതുമായിരുന്നു. യഹൂദരിലൂടെയാണ് സഭയ്ക്ക് പഴയ നിയമ വെളിപാടുകളും പൂർവ്വപിതാക്കൾക്ക് നൽകപ്പെട്ട വാഗ്ദാനങ്ങൾ ലഭിച്ചതെന്നും പൂർത്തീകരിച്ചതെന്നും അനന്തമായ കരുണയുള്ള ദൈവം പുതിയ നിയമത്തിലൂടെ തന്നെ പൂർണ്ണമായും വെളിപ്പെടുത്തിയതെന്നും അതിന് സാക്ഷികളായവർ യഹൂദരാണെന്നും അതുകൊണ്ട് ക്രൈസ്തവർക്ക് ഒരിക്കലും യഹൂദരെയോ പാരമ്പര്യങ്ങളെയോ മറക്കാൻ സാധിക്കില്ല എന്നുമുള്ളതാണ് നോസ്ത്ര ഐതേതായ് രേഖയുടെ പ്രധാന പ്രമേയം. ക്രൈസ്തവ യൂറോപ്പിൽ ആന്റിസെമിറ്റിക് ചിന്തകൾക്ക് വഴിവെച്ച യേശുക്രിസ്തുവിന്റെ മരണത്തിന് ഉത്തരവാദികളായവർ യഹൂദരാണെന്നുള്ള നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വാദഗതികളെ തീർത്തും നിരാകരിച്ചുകൊണ്ടാണ് പോൾ 6 പാപ്പയുടെ നേതൃത്വത്തിൽ രേഖ പുറത്തിറക്കിയത്. 1965 പുറത്തിറക്കിയ നോസ്ത്ര ഐതേതായ് പ്രഖ്യാപനം നിരവധി ചരിത്ര സംഭവങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചിട്ടുള്ളത്. 1956 ജോൺ പോൾ 2 പാപ്പയുടെ റോമിലെ സിനഗോഗിലേക്കുള്ള സന്ദർശനം, 1993 സ്ഥാപിച്ച ഇസ്രായേലും വത്തിക്കാനും തമ്മിലുള്ള ഔദ്യോഗികമായ നയതന്ത്ര ബന്ധം എന്നിവ നോസ്ത്ര ഐതേതായ് പ്രഖ്യാപനം വഴി വന്ന ചരിത്ര നേട്ടങ്ങളാണ്. തന്റെ മുൻഗാമികളായിരുന്ന ജോൺ പോൾ 2 പാപ്പയും പോപ്പ് ബെനഡിക്ട് 16 തീർത്ത അനുരഞ്ജനത്തിന്റെ പാതയാണ് താനും തിരഞ്ഞെടുക്കുന്നതെന്ന് ലിയോ 14 പാപ്പയുടെ പൊതുവായുള്ള ആദ്യ സന്ദേശങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതേസമയം ദിവംഗതനായ ഫ്രാൻസിസ് പാപ്പായുടെ നിലപാട് തന്നെയാണ് ഗാസ ഇസ്രായേൽ വെടിനിർത്തലിന് ആഗ്രഹിക്കുന്നതെന്ന് ലിയോ 14 പാപ്പ പറയുകയുണ്ടായി. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.